Hi students, welcome to the online class of Academy Pagalkuri. നമ്മൾ ഇന്ന് മനോഹരമായ ഒരു കൃതിയാണ് പഠിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷിൽ തന്നെ ഫസ്റ്റ് യൂണിറ്റിനകത്തുള്ള ലാസ്റ്റ് പാഠം. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മാച്ച് ബോക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പരിസരത്തുള്ള ഒരു ചെറിയൊരു വസ്തുവിനെ കുറിച്ചും അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുമാണ് ഇന്ന് ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, now we are going to learn a beautiful anecdote Horigallu which was written by Sudha Murthy. Sudha Murthy എഴുതിയ ഒരു അനക്ഡോട്ട് സംഭവകഥയാണ് നിങ്ങൾക്ക് പഠിക്കാൻ കൊടുത്തിരിക്കുന്ന നാലാമത്തെ ലെസൺ ഒന്നാമത്തെ യൂണിറ്റിലെ. ഓക്കെ, പാഠത്തിലേക്ക് പോവാം നമുക്ക്. അപ്പൊ ഹൊറിഗല്ലു എന്താണ് പടത്തിന്റെ പേര്? ഹൊറിഗല്ലു. നാലാമത്തെ പാഠമാണ് ഹൊറിഗല്ലു. It was written by Sudha Murthy. ഇതിൽ പലരും അത്ഭുതത്തോടെ നോക്കുന്നുണ്ടാവുക, എന്താണ് ഹൊറിഗല്ലു എന്ന് പറഞ്ഞാൽ അല്ലെ? അത്ഭുതമാണ് അല്ലെ? ഹൊറിഗല്ലു എന്താണ്? കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഹൊറിഗല്ലു എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റോൺ ബെഞ്ച് ദാറ്റ് ക്യാൻ ബെയർ വെയിറ്റ്. ഭാരം താങ്ങാൻ പറ്റുന്ന കൽ ബെഞ്ചുകളാണ് ഹൊറിഗല്ലു എന്ന് വിളിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും ഗ്രാമപ്രദേശത്ത് ആൽമരത്തിന്റെ ചുവട്ടിൽ ഒരു കല്ലുകൊണ്ടുള്ള ബെഞ്ച് ഇട്ടേക്കും അല്ലെ? അതിനെ വിളിക്കുന്ന പേരാണ് ഹൊറിഗല്ലു എന്ന്. അപ്പൊ എന്താണ് ഹൊറിഗല്ലുവിന്റെ ഇമ്പോർട്ടൻസ്? ഈ കഥയില് ഹൊറിഗല്ലുവിന്റെ പ്രാധാന്യം എന്താണ്? ഇതെല്ലാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ ലെസൺ. ഹൊറിഗല്ലു ബൈ സുധാമൂർത്തി. അപ്പോൾ പാഠം പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് എഴുത്തുകാരിയെ കുറിച്ചൊന്ന് നോക്കാം. സുധാമൂർത്തി. ഓക്കെ, സുധാമൂർത്തിയെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സുധാമൂർത്തി വാസ് ബോൺ ഇൻ 1950 അറ്റ് ഷിഗോൺ ഇൻ നോർത്ത് കർണാടക. കർണാടകയിലെ ഷിഗോണിൽ ജനിച്ച ഒരു എഴുത്തുകാരിയാണ് സുധാമൂർത്തി. ആൻഡ് എംടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ കമ്പ്യൂട്ടർ ബിരുദമൊക്കെ നേടി അല്ലേ? എംടെക് ആണ്, പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ചെയ്ത. ദറ്റ് ഷീ ടീച്ചേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ടു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെ കമ്പ്യൂട്ടർ സയൻസ് ഇപ്പോഴും പഠിപ്പിക്കുന്ന എ പ്രൊലിഫിക് റൈറ്റർ ഇൻ ഇംഗ്ലീഷ് ആൻഡ് കന്നഡ. ഇംഗ്ലീഷിലും കന്നഡയിലും ഒരുപോലെ എഴുതാൻ കഴിവുള്ളൊരു എഴുത്തുകാരിയാണ്. ഷി ഹാസ് റിട്ടൺ നോവൽസ്, ടെക്നിക്കൽ ബുക്സ്, ട്രാവലോഗ്സ്, കളക്ഷൻസ് ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് നോൺ ഫിക്ഷൻ പീസസ്. Horigallu is taken from The Old Man and His God Discovering the Spirit of India 2006 പെങ്കിൻ ബുക്സ്, ന്യൂഡൽഹി. അപ്പോൾ ഒരുപാട് കൃതികൾ അവർ രചിച്ചിട്ടുണ്ട്. ഓക്കെ, ടെക്നിക്കൽ ബുക്സ്, ട്രാവലോഗ്സ്, യാത്രാവർണ്ണങ്ങൾ, നോവൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഹൊറിഗല്ലു എന്ന് പറയുന്ന ഒരു എക്സ്ട്രാക്റ്റ് എടുത്തിരിക്കുന്നത് ഏത് പുസ്തകത്തിൽ നിന്നാണ്? ദ ഓൾഡ് മാൻ ആൻഡ് ഹിസ് ഗോഡ് ഡിസ്കവറിങ് ദ സ്പിരിറ്റ് ഓഫ് ഇന്ത്യ 2006, 2006 പെങ്കിൻ ബുക്സ് പബ്ലിഷ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സുധാമൂർത്തിയെക്കുറിച്ച് പരാമർശിക്കുന്നത്. അപ്പോൾ ഹൊറിഗല്ലു എന്താണെന്ന് ഞാൻ ആ ഇൻട്രൊഡക്ഷൻ സമയത്ത് നൽകിയായിരുന്നു. ഹൊറിഗല്ലു ഇസ് എ സ്റ്റോൺ ബെഞ്ച് ദാറ്റ് ക്യാൻ ബെയർ വെയിറ്റ്. അപ്പോൾ നമ്മുടെ എല്ലാം വീടിനോട് ചേർന്ന് ഗ്രാമപ്രദേശങ്ങളാണെങ്കിൽ ആൽമരങ്ങളും മറ്റും ഒക്കെ ഉണ്ടാവും അല്ലേ? ഈ ആൽമര ചുവട്ടിൽ ജംഗ്ഷനിൽ ഇരിക്കാൻ വേണ്ടി ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു കൽബെഞ്ച് ഇട്ടിട്ടുണ്ടായിരിക്കാം ആൾക്കാർ ഇരിക്കാനായിട്ട്. നിങ്ങളുടെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും ചില ഇടങ്ങളിൽ കാണുമായിരിക്കും അല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ ഹൊറിഗല്ലു എന്ന് വിളിക്കുക. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഈ പാഠം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ പാഠം തുടങ്ങുന്നതിന് മുമ്പ് മനോഹരമായൊരു വരി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കിയേ. ബാക്ക്വേർഡ്, ടേൺ ബാക്ക്വേർഡ്, ഓ ടൈം ഇൻ യുവർ ഫ്ലൈറ്റ്, മേക്ക് മീ എ ചൈൽഡ് അഗെയിൻ ജസ്റ്റ് ഫോർ ടുനൈറ്റ്. Remembering the good old childhood days often fills our mind with the freshness and vigor and revitalizes us enough to go forward with the confidence. പലപ്പോഴും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് തിരിച്ച് ബാല്യത്തിലേക്കുള്ള പോക്കെന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ പറയാണ് ബാക്ക്വേർഡ് ടേൺ ബാക്ക്വേർഡ് അല്ലേ? പിന്നോട്ട് പോകണം. ഓ ടൈം ഇൻ യുവർ ഫ്ലൈറ്റ് അല്ലേ? അല്ലയോ സമയമേ, നിൻ്റെ ഫ്ലൈറ്റിൽ കയറ്റിയല്ലേ നിനി ഞങ്ങളെ പുറകിലോട്ട് കൊണ്ടുപോയി മേക്ക് മീ എ ചൈൽഡ്, എന്നെ ഒരു കുട്ടിയാക്കി തരണം, ജസ്റ്റ് ഫോർ ടുനൈറ്റ്, ഇന്നേക്ക് വേണ്ടി മാത്രം. അപ്പം നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ആഗ്രഹിക്കുന്ന ഒന്നാണ് തിരിച്ച് ബാല്യകാലത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് അല്ലേ? റിമെമ്പറിങ് ദ ഗുഡ് ഓൾഡ് ചൈൽഡ്ഹുഡ് ഡേയ്സ് ഓഫൺ ഫിൽസ് അവർ മൈൻഡ് വിത്ത് ഫ്രഷ്നെസ്. ബാല്യകാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ എന്താണ്? ആ ഒരു ഫ്രഷ്നെസ്. അപ്പം വിഗർ എന്ന് പറയുന്ന ഒരു പവർ, ഒരു ശക്തി,
ആൻഡ് റിവിറ്റലൈസർ മീൻസ് എന്താണ്, പുനർജീവിപ്പിക്കുകയാണ്. ആസ് ഇനഫ് ടു ഗോ ഫോർവേഡ് വിത്ത് കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോകാനുള്ളൊരു കറേജാണ് നമുക്ക് കിട്ടുക അല്ലേ. അപ്പം നമ്മുടെ ബാല്യകാലവുമായിട്ട് ഈ ഒരു പാഠത്തിന് എന്ത് ബന്ധമാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ഹൊറിഗല്ലു ബൈ സുധാമൂർത്തി. Hot summer days remind me of my childhood. In a little village, there was a large banyan tree right in the middle of the village, and I would spend many hours playing under it during my holidays. The tree was like a massive umbrella with its branches providing much needed shade and succor. Travelers spent some time sitting under it and catching their breath before going on their way. To make them comfortable, there was a horigallu under the tree. Horigallu literally means a stone bench that can bear weight. It was a large, fat stone placed horizontally over two vertical ones, thus making a stone bench on which anyone could sit and rest a while, chat with a fellow traveler, and exchange news of the road. Cool water would be kept in earthen pots near the bench, and people could quench their thirst before starting their journeys again. I am sure similar simple arrangements can be found in villages all over the country. Hot summer days, അതായത് ചൂട് നിറഞ്ഞ സമ്മർ ഡേയ്സ്. റിമൈൻഡ് മീ ഓഫ് മൈ ചൈൽഡ്ഹുഡ് ഇൻ എ ലിറ്റിൽ വില്ലേജ്. ഇപ്പോൾ പലപ്പോഴും ചൂട് നിറഞ്ഞ സമ്മർ സമയം കാണുമ്പോഴെല്ലാം എനിക്ക് ഓർമ്മ വരുന്നത് എന്താണ്, എൻ്റെ ബാല്യകാലമാണ്. ദെയർ വാസ് എ ലാർജ് ബനിയൻ ട്രീ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ വില്ലേജ്. ഗ്രാമത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് എന്തുണ്ട്, ഒരു വലിയ ആൽമരമുണ്ട്. ഓക്കെ, ഗ്രാമത്തിൻ്റെ ഒത്ത നടുവിലായിട്ട് ദെയർ വാസ് എ ലാർജ് ബനിയൻ ട്രീ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ വില്ലേജ്. ആൻഡ് ഐ വുഡ് സ്പെൻഡ് മെനി അവേഴ്സ് പ്ലേയിങ് അണ്ടർ ഇറ്റ് ഡ്യൂറിങ് മൈ ഹോളിഡേയ്സ്. വെക്കേഷൻ ആവുന്ന സമയത്തെല്ലാം ഞാൻ മിക്കപ്പോഴും അതിൻ്റെ ചുവട്ടിൽ നിന്നാണ് കളിച്ചുകൊണ്ടിരുന്നത്. ദ ട്രീ വാസ് ലൈക്ക് എ മാസീവ് അംബ്രല്ല. ആ മരമെന്ന് പറയുന്ന ഒരു വലിയ കുട പോലെയായിരുന്നു. വിത്ത് ഇറ്റ്സ് ബ്രാഞ്ചസ് പ്രൊവൈഡിങ് മച്ച് നീഡഡ് ഷെയ്ഡ് ആൻഡ് സഖ. അല്ലേ, ആ ഒരു ആൽമരത്ത് ചുവട്ടിലിരുന്നാൽ അത് നല്ലൊരു തണലും ഒപ്പം അസക്രാഫയവും നൽകുന്ന സ്ഥലമാണ്. Travelers spend some time sitting under it and catching their breath before going on their way. ഇപ്പം യാത്രക്കാർ ആ മരച്ചുവട്ടിലിരുന്നാണ് ശ്വാസമൊക്കെ എടുത്തോ നല്ല രീതിയിൽ വായുവൊക്കെ ശ്വസിച്ച് അവിടെ നിന്ന് യാത്ര തിരിക്കാം. ടു മേക്ക് ദം കംഫർട്ടബിൾ ദെയർ വാസ് എ ഹൊറിഗല്ലു. അവർ ഈ യാത്രക്കാരെ കുറച്ചുകൂടെ സുരക്ഷിതരായി കംഫർട്ടബിളായിട്ട് ഇരിക്കാനായിട്ട് അവിടെ ഒരു ഹൊറിഗല്ലു ഉണ്ട്. അപ്പോൾ എന്താണ് ഹൊറിഗല്ലു എന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നു. There was a horigallu under the tree. Horigallu literally means a stone that can bear weight. ഭാരം താങ്ങാൻ കഴിയുന്ന കൽബെഞ്ചുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഹൊറിഗല്ലൂസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ ചിത്രത്തിൽ ചെറിയൊരു ഹൊറിഗല്ലു കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഇറ്റ് വാസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ പ്ലേസ്ഡ് ഹൊറിസോണ്ടലി ഓവർ ടു വെർട്ടിക്കൽ വൺസ്. എങ്ങനെയാണ്, ഒരു വലിയൊരു കല്ല് ഹൊറിസോണ്ടലായിട്ട് രണ്ട് വെർട്ടിക്കൽ സ്റ്റോൺസിൻ്റെ മുകളിൽ പാകി വെച്ചേക്കാം. അതിനെയാണ് നമ്മൾ ഹൊറിഗല്ലു എന്ന് വിളിക്കുക. ഓക്കെ, എ സ്റ്റോൺ ബെഞ്ച് ഓൺ വിച്ച് എനി വൺ കുഡ് സിറ്റ് റെസ്റ്റ് എ വൈൽ, ചാറ്റ് വിത്ത് എ ഫെലോ ട്രാവലർ ആൻഡ് എക്സ്ചേഞ്ച് ന്യൂസ് ഓഫ് ദ റോഡ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇരിക്കാം, ഏത് മതത്തിലോ ജാതിയിലോ വർഗത്തിലോ പെട്ട ആർക്ക് വേണമെങ്കിലും അവിടെ ഇരിക്കാം, റെസ്റ്റ് ചെയ്യുക, കുറച്ച് റെസ്റ്റ് എടുക്കാം. ചാറ്റ് വിത്ത് എ ഫെലോ ട്രാവലർ, സഹയാത്രികനോട് സംസാരിക്കാം. ആൻഡ് എക്സ്ചേഞ്ച് ന്യൂസ് ഓഫ് ദ റോഡ്, ആ റോഡിലെ കാര്യങ്ങളെല്ലാം സംസാരിക്കാം. കൂൾ വാട്ടർ വുഡ് ബി കെപ്റ്റ് ഇൻ എർത്തൻ പോട്ട്സ് നിയർ ദ ബെഞ്ച്. ആ ബെഞ്ചിനോട് ചേർന്ന് നല്ല തണുത്ത ജലം മൺകുടങ്ങളിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് പീപ്പിൾ കുഡ് quench their thirst ബിഫോർ സ്റ്റാർട്ടിങ് their journeys again. അവർക്ക് യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് അവർക്ക് ജലം കുടിച്ച് അവരുടെ ദാഹം ശമിപ്പിക്കാം. ഐ ആം ഷുവർ സിമിലർ സിമ്പിൾ അറേഞ്ച്മെൻറ്റ്സ് ക്യാൻ ബി ഫൗണ്ട് ഇൻ വില്ലേജസ് ഓൾ ഓവർ ദ കൺട്രി. ഇതുപോലുള്ള അറേഞ്ച്മെൻറ്റ്സ് പലപ്പോഴും കാണാൻ സാധിക്കും. The horigallu in our village holds special memories for me as it is inextricably linked with my grandfather. He was a retired school teacher
and would spend hours every day sitting under the banyan tree and talking to those resting there. When I would get tired of playing, I would sit next to him and observe the people he was speaking to and listen to their conversations. The Horigallu in our village holds special memories for me. അപ്പോൾ പലപ്പോഴും എൻ്റെ ഗ്രാമത്തിലുണ്ടായിരുന്ന ഹൊറിഗല്ലു എനിക്ക് പലതരത്തിലുള്ള ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ട്. ദ ഹൊറിഗല്ലു ഇൻ അവർ വില്ലേജ് ഹോൾ സ്പെഷ്യൽ മെമ്മറീസ് ഫോർ മീ ആസ് ഇറ്റ് ഈസ് ഇൻഎക്സ്ട്രിക്കബിളി ലിങ്ക്ഡ് വിത്ത് ഗ്രാൻഡ് ഫാദർ, അല്ലേ? അപ്പം എന്താണ് ഇൻഎക്സ്ട്രിക്കബിളി മീൻസ് മാറ്റമില്ലാത്തത്. എൻ്റെ ആ ഒരു ഹൊറിഗല്ലു എന്ന് പറയുന്നത് ആ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ലിങ്ക്ഡ് വിത്ത് മൈ ഗ്രാൻഡ് ഫാദറിൻ്റെ അപ്പൂപ്പനുമായി ബന്ധപ്പെട്ടാണ്. അപ്പൂപ്പനായിരുന്നു വെച്ചാൽ ഹി വാസ് എ റിട്ടയേർഡ് സ്കൂൾ ടീച്ചർ, റിട്ടയേർഡ് ആയിട്ടുള്ളൊരു സ്കൂൾ അധ്യാപകനായിരുന്നു. ആൻഡ് വുഡ് സ്പെൻഡ് അവേഴ്സ് എവറി ഡേ, മണിക്കൂറുകളോളം അപ്പൂപ്പൻ ആ ഒരു കൽബെഞ്ചിൽ സമയം ചിലവഴിക്കാറുണ്ടായിരുന്നു. സിറ്റിംഗ് അണ്ടർ ദ ബനിയൻ ട്രീ ആൻഡ് ടോക്കിംഗ് ടു ദോസ് റെസ്റ്റിംഗ് ദെയർ. ആ ആൽമര ചുവട്ടിൽ ഹൊറിഗല്ലുവിൽ കയറിയിരുന്ന അപ്പൂപ്പൻ അവിടെയുള്ള ആൾക്കാരോടൊക്കെ സംസാരിക്കുമായിരുന്നു. വെൻ ഐ വുഡ് ഗെറ്റ് ടയേർഡ് ഓഫ് പ്ലേയിങ്, ഞാൻ കളിച്ച് തളരുമ്പോൾ ഐ വുഡ് സിറ്റ് നെക്സ്റ്റ് ടു ഹിം ആൻഡ് ഒബ്സർവ് ദ പീപ്പിൾ ഹി വാസ് സ്പീക്കിംഗ് ടു ആൻഡ് ലിസൺ ടു ദെയർ കോൺവെർസേഷൻ. അപ്പൂപ്പൻ ആരോടാണ് സംസാരിക്കുന്നത്, അപ്പൂപ്പൻ്റെയും അദ്ദേഹത്തിൻ്റെയും സംഭാഷണം എന്താണ്, ഇതൊക്കെ ഞാൻ കേട്ടിരിക്കുമായിരുന്നു. Conversations, most of them were villagers taking a break from their work in the fields nearby. They had to walk long distances each day, carrying heavy burdens on their heads. Tired out by the heat, they would drink the cool water, wash their faces with it, and chat with the grandfather. Their conversation would be about their daily lives and worries. അപ്പം ഞാൻ പറഞ്ഞു എന്താണ് അവരുടെ കോൺവെർസേഷൻസ് എല്ലാം ഞാൻ പോയി കേൾക്കുമായിരുന്നു. ഹു ഈസ് ദ ഐ ഹിയർ, ഹു ഈസ് ദ നറേറ്റർ ഹിയർ? സുധാമൂർത്തി. മോസ്റ്റ് ഓഫ് ദം വെയർ വില്ലേജേഴ്സ്. അപ്പോൾ അപ്പോൾ സംസാരിക്കുന്ന മിക്ക ആളുകളും ഗ്രാമത്തിലുള്ളവരാണ്. അതുപോലെ തന്നെ ടേക്കിംഗ് എ ബ്രേക്ക് ഫ്രം ദെയർ വർക്ക് ഇൻ ദ ഫീൽഡ് നിയർ ബൈ, തൊട്ടടുത്ത കൃഷിസ്ഥലത്ത് വയലിൽ ജോലി ചെയ്ത് തളർന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനായിട്ട് കയറിയിരിക്കുന്നവരാണ്. ദേ ഹാഡ് ടു വാക്ക് ലോങ് ഡിസ്റ്റൻസസ് എവറി ഡേ. എല്ലാ ദിവസവും ഒരുപാട് ദൂരം അവർക്ക് നടന്ന് യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അത്രയും ബുദ്ധിമുട്ടുകൾ അവർ നേരിടേണ്ടതായിട്ടുണ്ട്. ദേ ഹാവ് ടു വാക്ക് ലോങ് ഡിസ്റ്റൻസ് ഈച്ച് ഡേ, ക്യാരി ഹെവി ബേർഡൻസ് ഓൺ ദെയർ ഹെഡ്സ്. തലയിൽ വലിയ ഭാരങ്ങളൊക്കെ എന്തി, പണിയായുധങ്ങളും അല്ലെങ്കിൽ മറ്റു കൃഷിക്ക് ആവശ്യമായ സാധനങ്ങളും കൊണ്ട് ഒരുപാട് ഭാരവുമേറ്റി നടക്കേണ്ടതായിട്ട് വരും. ടയേർഡ് ഔട്ട് ബൈ ഹീറ്റ്, ഈ ചൂടൊക്കേറ്റ് ക്ഷീണിതരായി ദേ വുഡ് ഡ്രിങ്ക് ദ കൂൾ വാട്ടർ. അവരവിടെ മൺകുടങ്ങളിൽ വച്ചിരിക്കുന്ന ജലം കുടിക്കും. വാഷ് ദെയർ ഫേസസ് വിത്ത് ഇറ്റ്, മുഖത്ത് ആ തണുത്ത വെള്ളം കൊണ്ട് കഴുകും. ആൻഡ് ചാറ്റ് വിത്ത് ഗ്രാൻഡ് ഫാദർ, എന്നിട്ട് അപ്പൂപ്പനോട് സംസാരിക്കും. ദെയർ കോൺവെർസേഷൻ വുഡ് ബി അബൌട്ട് ദെയർ ഡെയിലി ലൈഫ്സ് ആൻഡ് വറീസ്. അവരുടെ ആ സംസാരങ്ങളെല്ലാം എന്തിനെക്കുറിച്ചാണ്? അന്നുള്ള ജീവിത പ്രശ്നങ്ങളും സങ്കടങ്ങളെയും കുറിച്ചാണ്, അല്ലാതെ മറ്റ് അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. മാസ്റ്റർ ജി, ദിസ് സമ്മർ ഹാസ് ബീൻ സോ ഹോട്ട്. ഐ ഹാവ് നെവർ സീൻ സച്ച് എ ഡ്രൈ വെദർ. ഓർ മാസ്റ്റർ ജി, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ക്യാരി ദീസ് ലാർജ് ലോഡ്സ് ഓൺ മൈ ഹെഡ്. താങ്ക് ഗോഡ് ഫോർ ദിസ് ഹൊറിഗല്ലു. ഐ വിഷ് മൈ സൺ വുഡ് ഹെൽപ്പ്, ബട്ട് ഹി ഓൺലി വാണ്ട്സ് ടു ഗോ ടു ദ സിറ്റി. They spoke about the difficulties they lived with. My grandfather could only listen to them, but just talking to him seemed to refresh them for the journey. After some time, they would pick up their burdens and with some ease and go on their way. The Horigallu was an important feature in their lives, and as a child I would often not understand why they blessed it so often for being there. After all, it was only a stone bench. It was my grandfather who told me, child, Horigallu is essential in any journey. ഓക്കെ മാസ്റ്റർ ദി. അപ്പം ഈ ആൾക്കാർ കൂടുതലും സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞു അവരുടേതായിട്ടുള്ള വറീസ്, പ്രശ്നങ്ങളെക്കുറിച്ചാണ്, ഡിഫിക്കൽട്ടീസിനെ കുറിച്ചാണ്. അപ്പോൾ അവർ പറയുന്നതാണ്, മാസ്റ്റർ അപ്പൂൻ്റെ പറയുന്നത് എങ്ങനെയാണ്? മാസ്റ്റർ ജി, ദിസ് സമ്മർ ഹാസ് ബീൻ സോ ഹോട്ട്. മാസ്റ്റർ ജി, ഭയങ്കര ചൂടാണ് അല്ലേ? ഈ സമ്മർ മാസം ചൂട് തന്നെയാണ്. ഐ ഹാവ് നെവർ സീൻ സച്ച് ഡ്രൈ വെതർ. അല്ലെങ്കിൽ പറയുന്നതായിരിക്കാം, ഇത്രയും വരണ്ടൊരു കാലാവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല, അല്ലെങ്കിൽ കണ്ടിട്ടേ ഇല്ല എന്ന് പറയാം. Or Master ji, it is getting difficult for me to carry these large loads on my head.
ഇത്രയും ഭാരം എനിക്ക് തലയിൽ ചുമക്കാനാകുന്നില്ല. താങ്ക് ഗോഡ് ഫോർ ദീസ് ഹൊറിഗല്ലു. എന്തായാലും ദൈവത്തിന് നന്ദി, ഇതുപോലൊരു ഹൊറിഗല്ലു ഉള്ളത്. ഇതൊക്കെയായിരുന്നു അവരുടെ സംസാരങ്ങൾ. ഐ വിഷ് മൈ സൺ വുഡ് ഹെൽപ്പ് ബട്ട് ഹി ഓൺലി വാണ്ട്സ് ടു ഗോ ടു ദ സിറ്റി. എൻ്റെ മകൻ എന്നെ സഹായിക്കാൻ വന്നിരുന്നെങ്കിൽ, പക്ഷേ അവന് പട്ടണത്തിൽ പോയി പഠിക്കണം, അല്ലെ പോകണം. ദേ സ്പോക്ക് അബൌട്ട് ദ ഡിഫിക്കൽട്ടീസ് ദേ ലിവ്ഡ് വിത്ത്. അപ്പോൾ ആൾക്കാരുടെ സംസാരിച്ചതെല്ലാം അവരെന്തിനെക്കുറിച്ചായിരുന്നു? അവരുടേതായിട്ടുള്ള ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു. മൈ ഗ്രാൻഡ് ഫാദർ കുഡ് ഓൺലി ലിസൺ ടു ദം. അപ്പോൾ മറുപടി ഒന്നും പറയാതൊക്കെ കേട്ടിരിക്കും. ബട്ട് ജസ്റ്റ് ടോക്കിംഗ് ടു ദം സീംഡ് ടു റിഫ്രഷ് ദം ഫോർ ദ ജേണി. പക്ഷേ അപ്പനോട് സംസാരിച്ചാൽ മാത്രം മതി, ആൾക്കാർക്ക് ഒന്ന് റിഫ്രഷ്ഡ് ആകും. വീണ്ടും ജീവിതത്തിലെ പ്രശ്നങ്ങൾ തലയിലേക്കാനുള്ള ഒരു മാർഗമാണ്. ആഫ്റ്റർ സം ടൈം ദേ വുഡ് പിക്ക് അപ്പ് ദെയർ ബേർഡൻസ്. കുറച്ച് നേരം കഴിഞ്ഞ് അവർ ആ ഭാരം വീണ്ടും തലയിലേക്ക് എടുത്ത് വയ്ക്കും. വിത്ത് സം ഈസ് ആൻഡ് ഗോ ഓൺ ദെയർ വേ. കുറച്ച് ബുദ്ധിമുട്ട് കുറഞ്ഞ രീതിയിൽ, അല്ല കുറച്ച് ആശ്വാസത്തോടുകൂടി അവർ വീണ്ടും ജോലിയിലേക്ക് ഇറങ്ങിത്തിരിക്കും. ആൻഡ് they would pick up their burdens with some ease and go on their way. The ഹൊറിഗല്ലു was an important feature in their lives. അവരുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഒന്നാണ് ഹൊറിഗല്ലു എന്ന് പറയുന്നത്. In their lives, and as a child I would often not understand why they blessed it so often for being there. പലപ്പോഴും ആൾക്കാർ ഹൊറിഗല്ലുവിനെ ഇങ്ങനെ വാനോളം പുകഴ്ത്തുന്നതൊക്കെ എനിക്കന്ന് ഞാനൊരു കുട്ടിയായിരുന്നുകൊണ്ട് എനിക്കത് മനസ്സിലായില്ല എന്താണെന്ന്. അപ്പോൾ പലപ്പോഴും ഞാൻ അത്ഭുതത്തോടെ നോക്കിയിരുന്നു. ആഫ്റ്റർ ഓൾ ഇറ്റ് വാസ് ഓൺലി എ സ്റ്റോൺ ബെഞ്ച്. ഒന്നുമില്ലെങ്കിലും അതൊരു കല്ലല്ലേ, എല്ലാവരും ഈ കല്ലിന് എന്തിനാണ് വാനോളം പുകഴ്ത്തുന്നത്? ഇറ്റ് വാസ് മൈ ഗ്രാൻഡ് ഫാദർ ഹൂ ടോൾ മീ. ആ സമയത്ത് എൻ്റെ അപ്പൂപ്പൻ എന്നോട് പറയുമായിരുന്നു, ചൈൽഡ്, ഈ ഹൊറിഗല്ലു ഈസ് എസെൻഷ്യൽ ഇൻ എനി ജേണി. മോളെ, എല്ലാ യാത്രയിലും എന്താണ്, ഒരു ഹൊറിഗല്ലു വളരെ അത്യാവശ്യമാണ്. വി ഓൾ ക്യാരി അവർ ബേർഡൻസ് അക്കോർഡിംഗ് ടു അവർ സിറ്റുവേഷൻസ് ആൻഡ് കപ്പാസിറ്റീസ്. നമ്മൾ ഓരോ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചോ സാഹചര്യം അനുസരിച്ചോ നമ്മൾ പലതരത്തിലുള്ള സാധനങ്ങളുമായിട്ട് ഇപ്പോൾ യാത്ര തിരിക്കുന്നവരാണ് പല സമയത്തും, അല്ലേ? ബട്ട് എവരി വൺസ് ഇൻ എ വൈൽ വി നീഡ് ടു സ്റ്റോപ്പ്. പക്ഷേ കുറച്ച് നേരമെങ്കിലും ഓരോ തവണയും കുറച്ച് ദൂരം നീങ്ങുമ്പോൾ നമുക്ക് കുറച്ച് നിർത്തേണ്ടതായിട്ട്, റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും, അല്ലേ? വി നീഡ് ടു സ്റ്റോപ്പ്, പുട്ട് ഡൗൺ ദാറ്റ് ബേർഡൻ ആൻഡ് റെസ്റ്റ്. നമ്മൾക്ക് നിർത്തി ആ സാധനങ്ങൾ ഇറക്കി വെച്ച് റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും. ഓൺലി ദെൻ ക്യാൻ വി ബി റിഫ്രഷ്ഡ് ഇനഫ് ടു പിക്ക് അപ്പ് ദ ലോഡ് വൺസ് മോർ. എങ്കിൽ മാത്രമേ, റെസ്റ്റ് എടുത്താൽ മാത്രമേ വീണ്ടും ഊർജ്ജത്തോടു കൂടി നമ്മൾക്ക് ആ ഭാരം ചുമക്കാൻ കഴിയത്തുള്ളൂ. ഇല്ലാത്ത പക്ഷം നമ്മൾ വീണ് പോകും, അല്ലേ? ഒരു ഭാരം ചുമക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും. ഇല്ലാത്ത പക്ഷം എന്ത് ചെയ്യും? നമ്മൾ കൈ തളരുകയും നമ്മൾ മറിഞ്ഞ് വീഴുകയും അല്ലെങ്കിൽ ലോഡ് താഴെ ഇടേണ്ടതായിട്ടും വരും. ഓക്കെ. ദ ഹൊറിഗല്ലു ഗീവ്സ് എവരി വൺ ദാറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഡു സോ. ഈ ഹൊറിഗല്ലു എല്ലാവർക്കും അങ്ങനെ അവസരം നൽകും. എന്താണ്? സാധനങ്ങൾ അല്ലെങ്കിൽ ഭാരം ഇറക്കി വെച്ച് ഒന്ന് റിഫ്രഷ് ആകാൻ അവരെ സഹായിക്കുന്നു. ദ ഹൊറിഗല്ലു ഗീവ്സ് എവരി വൺ ദാറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഡു സോ. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ റീഗെയിൻ ദെയർ സ്ട്രെങ്ത്. ആൾക്കാർക്ക് അവരുടെ സ്ട്രെങ്ത് വീണ്ടെടുക്കാൻ ഹൊറിഗല്ലു സഹായിക്കുന്നു. Later on in life, I got to see something that reminded me of that stone bench once again. I was working in Bombay, now Mumbai. One of my colleagues, Ratna, was a senior clerk, middle-aged and always smiling. She had done her graduation and been working in the company for nearly 25 years. She went about her repetitive mundane work with an infectious cheerfulness. Later on in life, പിന്നീടുള്ള ജീവിതത്തിൽ, അല്ലേ, ഐ ഗോട്ട് ടു സീ സംതിങ് ദാറ്റ് റിമൈൻഡഡ് മീ ഓഫ് ദാറ്റ് സ്റ്റോൺ ബെഞ്ച് വൺസ് അഗെയിൻ. ആ കൽബെഞ്ചിനെ ഓർമ്മിക്കത്തക്കതായ ഒന്ന് ഞാൻ പിന്നീട് കണ്ടെത്തി. ഐ വാസ് വർക്കിംഗ് ഇൻ മുംബൈ. എപ്പോഴാണ് ഞാൻ മുംബൈയിൽ, ഇന്നത്തെ മുംബൈയാണ്, പഴയ ബോംബെ അല്ലേ, ബോംബെയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വൺ ഓഫ് മൈ കൊളീഗ്സ്, എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീ, അവരുടെ പേര് രത്ന, വാസ് എ സീനിയർ ക്ലർക്കാണ്, മിഡിൽ ഏജ്ഡ്, മധ്യവയസ്കയാണ്, ആൻഡ് ഓൾവേസ് സ്മൈലിങ്, എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് പ്രവർത്തിക്കും. ഷി ഹാഡ് ഡൺ ഹെർ ഗ്രാജുവേഷൻ ആൻഡ് ബീൻ വർക്കിംഗ് ഹിയർ, അല്ലേ, ഒരു ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം അവരിവിടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു, അല്ലേ.
middle-aged and always smiling. She had done her graduation and been working in the company for nearly 25 years. 1-2 വർഷമല്ല, 25 വർഷക്കാലമായി കമ്പനി ജോലി ചെയ്യുന്നു. ഷീ വെൻ്റ് അബൌട്ട് ഹർ റിപ്പറ്റേറ്റീവ്. ഈ ജോലി എങ്ങനെയുള്ളതായിരുന്നു? റിപ്പറ്റേറ്റീവ്, റിപ്പീറ്റ് ചെയ്യുന്ന. മുണ്ടൈൻ മീൻസ് ഡള്ളാണ് അല്ലേ. അതുപോലെ തന്നെ ഓർഡിനറി വർക്ക് വിത്ത് ആൻഡ് ഇൻഫെക്ച്വസ് ചിയർഫുൾനെസ്. പക്ഷേ ഇങ്ങനെയുള്ള ബോറിംഗ് ആയിട്ടുള്ള ജോലി അവർ ചെയ്യുന്ന എങ്ങനെയാണ്? വളരെ സന്തോഷത്തോടു കൂടിയാണ് രത്ന എന്ന് പറയുന്ന എൻ്റെ സഹപ്രവർത്തക ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എവറി ഡേ ഡ്യൂറിങ് ദ ലഞ്ച് അവർ ഷീ വുഡ് സിറ്റ് വിത്ത് സം പേഴ്സൺ ഇൻ വൺ ഓഫ് ദ റൂംസ് ആൻഡ് ദേ വുഡ് ഹാവ് ലോങ് ചാറ്റ്സ്. I would often wonder what they talked about. One day I finally asked her, Ratna, what do you talk with each person for the whole lunch hour? Ratna smiled and said simply, they share their troubles with me. Every day, എല്ലാ ദിവസവും ഡ്യൂറിങ് ദ ലഞ്ച് അവർ, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത്, ഷീ വുഡ് സിറ്റ് വിത്ത് സം പേഴ്സൺ ഇൻ വൺ ഓഫ് ദ റൂംസ്. ഏതെങ്കിലും റൂമിൽ ആ ജോലിക്കാരിൽ ആരുടെയെങ്കിലും കൂടെ, മീൻസ് അവളിരുന്ന് ആഹാരം കഴിക്കുന്നത് കാണാം. ഒപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് ആഹാരം കഴിക്കുക. ഷീ വുഡ് സിറ്റ് വിത്ത് സം പേഴ്സൺ ഇൻ വൺ ഓഫ് ദ റൂംസ് ആൻഡ് ദേ വുഡ് ഹാവ് ലോങ് ചാറ്റ്സ്. ഒരുപാട് നേരം അവർ സംസാരിക്കുന്നത് കാണാം. ഐ വുഡ് ഓഫൺ വണ്ടർ വാട്ട് ദേ ടോക്ക്ഡ് അബൌട്ട്. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്, എന്താ ഇതിനു വേണ്ടി അവർക്ക് സംസാരിക്കാനുള്ളത്. വാട്ട് ദേ ടോക്ക്ഡ് അബൌട്ട്. വൺ ഡേ ഐ ഫൈനലി ആസ്ക്ഡ് ഹർ. ഒരു ദിവസം ഞാൻ അവളോട് തന്നെ ചോദിച്ചു, രത്ന, വാട്ട് ഡു യു ടോക്ക് വിത്ത് ഈച്ച് പേഴ്സൺ ഫോർ ദ ഹോൾ ലഞ്ച് അവർ. നീ എന്താണ് സംസാരിക്കുന്നത് ഈ ലഞ്ച് അവറിൽ? ആ വ്യക്തിയോട് എന്താണ് ഇതിനു വേണ്ടി സംസാരിക്കാനുള്ളത്? രത്ന സ്മൈൽഡ്. രത്ന പുഞ്ചിരിച്ചു. ആൻഡ് സെഡ് സിംപ്ലി, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ദേ ഷെയർ ദെയർ ട്രബിൾസ് വിത്ത് മീ. അവർ അവരുടെ പ്രശ്നങ്ങളാണ് എന്നോട് പങ്കുവയ്ക്കുന്നത്. ബട്ട് ഹൗ ക്യാൻ യു സോൾവ് ദ ട്രബിൾസ് ഓഫ് സോ മെനി പീപ്പിൾ. പക്ഷേ നീ എങ്ങനെയാണ് അവരുടെ എല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കുക? ഡു യു ഓൾവേസ് ഹാവ് ആൻ ആൻസർ ഫോർ ദം. നിനക്ക് എല്ലാത്തിനും ഉത്തരവുണ്ടോ? എല്ലാവരുടെയും പ്രശ്നങ്ങൾ മാറ്റാൻ നിനക്കെല്ലാം അറിയാവോ? നോ, ഐ ഓൺലി ലിസൺ. ഇല്ല, ഞാനത് കേൾക്കുക മാത്രമേ ഉള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ഇനഫ്, ദാറ്റ് സോൾവ്സ് ദ പ്രോബ്ലംസ്. ഐ വാസ് യങ് ആൻഡ് ഇൻക്രെഡുലസ് അറ്റ് സച്ച് എ സിംപ്ലിസിറ്റിക് ഔട്ട്ലുക്ക്, but Edna answered with the same patience and affection that she must have used with all my colleagues. I am not a trained counselor or an intellectual. No one can solve your problem. You have to do it yourself. And that is enough. നമ്മൾ ഒരാളുടെ പ്രശ്നം കേട്ടിരുന്നാൽ മാത്രം മതി, അത് തന്നെ ധാരാളം. ദാറ്റ് സോൾവ്സ് ദ പ്രോബ്ലംസ്. അത് പലപ്പോഴും പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നു. ഐ വാസ് യങ് ആൻഡ് ഇൻക്രെഡുലസ്. ആ സമയത്ത് പലപ്പോഴും ഞാൻ കേട്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്തായിരുന്നു? ചെറുപ്പമായിരുന്നു. അതുപോലെ തന്നെ ഇൻക്രെഡിബിൾസ്, അൺബിലീവബിളായിട്ട് തോന്നി ഇതെല്ലാം. അറ്റ് സച്ച് എ സിംപ്ലിസിറ്റിക് ഔട്ട്ലുക്ക്, ബട്ട് രത്ന ആൻസേർഡ് വിത്ത് ദ സെയിം പേഷ്യൻസ് ആൻഡ് അഫെക്ഷൻ. പക്ഷേ അവൾക്ക് ദേഷ്യം തോന്നിയില്ല, ക്ഷമയോടെ അഫെക്ഷനോടുകൂടി. ദാറ്റ് ഷീ മസ്റ്റ് ഹാവ് യൂസ്ഡ് വിത്ത് ഓൾ മൈ കൊളീഗ്സ്. എല്ലാം എൻ്റെ മറ്റ് സഹപ്രവർത്തകരോട് എങ്ങനെയാണോ അവർ പെരുമാറുന്നത് അതുപോലെ സിമ്പിളായിട്ടാണ് സംസാരിച്ചു. ഐ ആം നോട്ട് എ ട്രെയിൻഡ് കൗൺസിലർ ഓർ ആൻ ഇൻ്റലക്ച്വൽ. ശരിയാണ്, ഞാൻ ട്രെയിൻഡ് കൗൺസിലറോ അല്ലെങ്കിൽ ഇൻ്റലക്ച്വലോ ഒന്നുമല്ല. നോ വൺ ക്യാൻ സോൾവ് യുവർ പ്രോബ്ലം. പക്ഷേ മറ്റൊരാളുടെ പ്രശ്നം വേറെ ആർക്കും സോൾവ് ചെയ്യാൻ കഴിയില്ല. യു ഹാവ് ടു ഡു ഇറ്റ് യുവർ സെൽഫ്. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആർക്ക് മാത്രമേ പറ്റൂ? നമ്മൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ദെൻ ഹൗ ഡു യു ഹെൽപ്പ് ദം? ബൈ ലിസണിങ് ടു ദം. അപ്പം നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേട്ട് പരിഹരിക്കുന്നത്? ഗോഡ് ഹാസ് ഗിവൺ മീ 2 ears ടു ലിസൺ ടു അതേഴ്സ്. ദൈവം നമുക്ക് 2 ചെവികൾ തന്നിട്ടുണ്ടല്ലേ, ഇതിനാണ് മറ്റുള്ള പ്രശ്നം കേൾക്കാൻ. ഐ ഹിയർ ദം ഔട്ട് വിത്ത് സിമ്പതി ആൻഡ് വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. സിമ്പതിയോട് കേൾക്കുന്നു, ഞാൻ പ്രത്യേകിച്ച് മറുപടി നൽകാറില്ല. വെൻ എ പേഴ്സൺ ഇൻ ട്രബിൾ ഓർ അണ്ടർ എ ലോട്ട് ഓഫ് സ്ട്രെയിൻ ഫൈൻഡ്സ് ആൻ ഔട്ട്ലെറ്റ് ടു ഫോർ ഹിസ് വറീസ്. ഇപ്പം സങ്കടപ്പെടുന്ന ഒരാൾ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾ പലപ്പോഴും അതിനൊരു മാർഗം കണ്ടെത്തും അത് കുറയ്ക്കാനായിട്ട്. അപ്പോൾ എന്നോടൊരു സംസാരിക്കുന്നു. ഇറ്റ് റിലീവ്സ് ഹാഫ് ഹീസ് ബേർഡൻ. അവൻ്റെ അവളുടെ ബുദ്ധിമുട്ട് കുറയുന്നു. I thought for some time and said, but don't you ever break the conference and tell others the secrets you hear even by mistake? ഞാൻ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ഈ മറ്റുള്ളവർ പറയുന്ന കാര്യം, സീക്രട്ടുകൾ പലപ്പോഴും നിങ്ങളുടെ വായിൽ നിന്ന് വെളിയിൽ പോയാലോ? നോട്ട് ഈവൻ ഇൻ മൈ ഡ്രീംസ്. ഐ കൺസിഡർ ദാറ്റ് ടു ബി ദ വേഴ്സ്റ്റ് കൈൻഡ് ഓഫ് ബിട്രയൽ. അപ്പം രത്ന നൽകിയ മറുപടി എന്താണ്? ഒരിക്കലും എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ പറയില്ല. കാരണം അത് ഐ കൺസിഡർ ദാറ്റ് ടു ബി ദ വേഴ്സ്റ്റ് കൈൻഡ് ഓഫ് ബിട്രയൽ. ഏറ്റവും മോശപ്പെട്ട വഞ്ചനയാണ് അതെന്ന് പറയുന്നത്.
ഐ ഡോണ്ട് തിങ്ക് ദർ ഈസ് ഗ്രേറ്റർ സിൻ ദാൻ ബിട്രീങ് സംവൺസ് കോൺഫിഡൻസ്. മറ്റൊരാളുടെ രഹസ്യം പങ്കുവയ്ക്കുന്നതിലും വലിയൊരു പാപം സിൻ വേറെയില്ല. They tell me their worries because they know I will never talk about it or gossip about it to another person. അവരെന്നോട് ഇതെല്ലാം പറയുന്നത് എന്തുകൊണ്ടാണ്? ഞാനിത് ഗോസിപ്പായിട്ടോ അല്ലെങ്കിൽ ഈ രഹസ്യം മറ്റൊരാളിലും പറയില്ല എന്നുള്ള ഉറപ്പുകൊണ്ടാണ്. Only when they know their words are secure with me can they talk to me freely. അവരെ വാക്കുകളല്ല അവർ പറയുന്ന കാര്യം എന്നിൽ സെക്യൂറാണെന്ന് അറിഞ്ഞാൽ മാത്രമേ അവർക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ കഴിയത്തുള്ളൂ. ദിസ് വേ ഐ റിലീവ് ദെയർ ബേർഡൻ. അങ്ങനെയാണ് ഞാൻ അവരുടെ ബേർഡൻ, അവരുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ കുറയ്ക്കുന്നത്. ആൻഡ് ഫോർ എ ഷോർട്ട് വൈൽ ടിൽ ദേ ആർ റെഡി ടു പിക്ക് ദംസെൽസ് അപ്പ് ആൻഡ് ക്യാരി ഓൺ വിത്ത് ദെയർ ജേണി. ഇതെല്ലാം പറഞ്ഞു തീരുമ്പോൾ അവർക്ക് കുറച്ച് ആശ്വാസം കിട്ടും. വീണ്ടും അവർക്ക് ജീവിതത്തിലെ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാനുള്ള കറേജ് കിട്ടും. ഹർ വേർഡ്സ് അൺകാൻലി എക്കോഡ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ്. അപ്പോൾ അവളുടെ ശബ്ദങ്ങൾ എനിക്ക് അവളുടെ വാക്കുകൾ എനിക്ക് സാദൃശ്യം തോന്നി ആരുടേതുമായിട്ട് അപ്പൂപ്പൻ പറഞ്ഞതുമായിട്ട് വളരെയധികം സാദൃശ്യമാണ് എനിക്ക് തോന്നിയത്. ഗ്രാൻഡ് ഫാദേഴ്സ് സിറ്റിംഗ് ഓൺ ദ സ്റ്റോൺ, ആ കൽബെഞ്ചിന് മുകളിൽ ഇരുന്ന, അണ്ടർ ദ ബനിയൻ ട്രീയുടെ ചുവട്ടിലിരുന്ന, പെർഹാപ്സ് ഇൻ ദെയർ ഓൺ സ്മാൾ വേസ് വിത്തൗട്ട് ആക്സസ് ടു ഗ്രേറ്റ് വെൽത്ത്. ബോത്ത് ദീസ് പീപ്പിൾ വെയർ ഡൂയിങ് ട്രമൻഡസ് സോഷ്യൽ വർക്ക്. രണ്ടുപേരും വലിയ സാമ്പത്തികമൊന്നും പ്രതീക്ഷിക്കാതെ രണ്ടുപേരും ചെയ്യുന്നത് ട്രമൻഡസ് വലിയൊരു സാമൂഹിക സേവനമാണ് ഒരു തരത്തിൽ. നോ വൺ തോട്ട് ഓഫ് അക്നോളജിങ് ദെയർ വർക്ക് ഓർ റിവാർഡിങ് ദം ഫോർ ഇറ്റ്. ആരും തന്നെ അവർക്ക് അവാർഡ് കൊടുക്കാൻ അവരെ നന്മയോ ഒന്നും തിരിച്ചറിഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്നില്ല. ബട്ട് ദേ കണ്ടിന്യൂ ടു ഡു സോ. അവർക്ക് റിവാർഡൊന്നും കിട്ടിയില്ല എന്നെങ്കിലും അവർ ആ സാമൂഹിക സേവനം തുടർന്നുകൊണ്ടേയിരുന്നു. ആസ് ദീസ് ആക്ട്സ് ഓഫ് കൈൻഡ്നസ് ഗേവ് ദം ജോയ്. ഇങ്ങനെ നന്മ നിറഞ്ഞ പ്രവൃത്തിയിലൂടെ അവർക്ക് എന്ത് കിട്ടി? സന്തോഷം കിട്ടി. ഇഫ് എവർ നൗ ഐ ഹാപ്പൻ ടു പാസ് എ ഹൊറിഗല്ലു ഇൻ എ വില്ലേജ് ഐ റിമെമ്പർ ദം ആൻഡ് വിഷ് ദെയർ വെയർ മോർ ഓഫ് ദം ഇൻ ദിസ് വേൾഡ്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഓരോ ഹൊറിഗല്ലും കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഈ രണ്ട് പേരാണ്. ആരൊക്കെയാണ്? രത്നയും എൻ്റെ ഗ്രാൻഡ് പയ്യുമാണ്. ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്താണ് നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും ഇതുപോലെ ഹൊറിഗല്ലൂസ് ഉണ്ടായിരുന്നെങ്കിലെന്ന്. കാരണം ഹൊറിഗല്ലു എന്ന് പറയുന്നത് മറ്റൊരാളുടെ സങ്കടം കാണാനും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ ഇറക്കി വയ്ക്കാൻ നല്ലൊരു മാർഗമാണ് എന്നതാണ് ഏറ്റവും ഇതിലെ തീമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഏത് കഥ എന്ന് പറയുന്നത്? ഹൊറിഗല്ലു എന്ന് പറയുന്ന അനക്ഡോട്ട് ബൈ സുധാമൂർത്തി. അപ്പം ഈ മനോഹരമായ കൃതി ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചതിൽ നിന്ന് ലെറ്ററാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഹൊറിഗല്ലു എന്ന് പറഞ്ഞ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. വാട്ട് ഈസ് എ ഹൊറിഗല്ലു? വാട്ട് ഈസ് ഇറ്റ്സ് പർപ്പസ്? എന്താണ് ഹൊറിഗല്ലു? എന്താണ് എൻ്റെ പർപ്പസ്? വാട്ട് ആർ ദ സ്പെഷ്യൽ മെമ്മറീസ് ദി ഓതർ അസോസിയേറ്റ്സ് വിത്ത് ഹൊറിഗല്ലു? ഹൊറിഗല്ലുമായിട്ട് നമ്മുടെ ഓതറിനുള്ള എന്തൊക്കെയാണ് ഓർമ്മകൾ എന്നുള്ളതാണ്. ഹൗ ഡസ് ദി ഗ്രാൻഡ് ഫാദർ റിഫ്രഷ് ദ ട്രാവലേഴ്സ്? എങ്ങനെയാണ് അപ്പൂപ്പൻ ട്രാവലേഴ്സിനെ റിഫ്രഷ് ചെയ്യുന്നത്, സഹായിക്കുന്നത്? ഈ ഹൊറിഗല്ലു എസെൻഷ്യൽ ഇൻ എനി ജേണി ബൈ? എല്ലാ യാത്രയിലെയും ഹൊറിഗല്ലു അത്യാവശ്യമാണോ? എന്തുകൊണ്ട്? ഹൊറിഗല്ലു ഗീവ്സ് എവരി വൺ ദ ഓപ്പർച്യൂണിറ്റി ടു റീഗെയിൻ ദ സ്ട്രെങ്ത്. വാട്ട് ഡസ് ദി ഓഥർ ട്രൈ ടു ഇൻഡിക്കേറ്റ് ഹിയർ? ഹൊറിഗല്ലു പലപ്പോഴും അവസരം കൊടുക്കുന്നതിനാണ് റീഗെയിൻ ചെയ്യാനായിട്ട്, അവരുടെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാനായിട്ട് ഓരോ യാത്രയിലും. എന്താണ് ഇവിടെ അദ്ദേഹം അല്ലെങ്കിൽ നമ്മുടെ എഴുത്തുകാർ അർത്ഥമാക്കുന്നത്? ബ്രിങ് ഔട്ട് ദ സിംബോളിക് സിഗ്നിഫിക്കൻസ് ഓഫ് ദ വേർഡ് ബേർഡൻ. ബേർഡൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടുത്തെ സിംബോളിക് മീനിങ്? നെക്സ്റ്റ് വൺ, കമൻറ്റ് ഓൺ ദ എക്സ്പ്രഷൻ ഇൻഫെക്ച്വസ് ചിയർഫുൾനെസ്. എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? വാട്ട് ഡസ് രത്ന ഡു ഡ്യൂറിങ് ലഞ്ച് അവർ? ലഞ്ച് അവർ സമയത്ത് എന്താണ് രത്ന ചെയ്യുന്നത്? നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് രത്നാസ് സിംപ്ലിസിറ്റിക് ഔട്ട്ലുക്ക്? ലാസ്റ്റ് വൺ, ദി ഓതർ വിഷസ് there were many more ഹൊറിഗല്ലൂസ് in the world. Comment. These are the main important questions. ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് എന്തായിരുന്നു? ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം. അതിലെ ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് 3 L's ഓഫ് എംപവർമെൻറ്റ് ബൈ ക്രിസ്റ്റീന ലെഗാർഡെ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എനി വുമൺ ബൈ കാതറിൻ ടിനാൻ. തേർഡ് വൺ എന്ന് പറയുന്നത് മാച്ച് ബോക്സ് ബൈ ആശാപൂർണ ദേവി. ലാസ്റ്റ് വണ്ണാണ് നമ്മൾ പഠിച്ച ഹൊറിഗല്ലു. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.
നൗ യു നോ വാട്ട് ഈസ് എ ഹൊറിഗല്ലു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഹൊറിഗല്ലു അല്ലേ? ഇമ്പോർട്ടൻസ് ഓഫ് ഹൊറിഗല്ലു എന്താണെന്ന് മനസ്സിലായി. ഇവിടെ രണ്ട് പേരെയാണ് ഹൊറിഗല്ലൂസ് ആയിട്ട് പറയുന്നത്. നമ്മൾ പറഞ്ഞ ഹൊറിഗല്ലു ഇസ് എ സ്റ്റോൺ ബേസ് ദാറ്റ് ക്യാൻ ബെയർ വെയിറ്റ്. ഭാരം താങ്ങാൻ പറ്റുന്ന കൽബെഞ്ചുകളെയാണ് എന്തെന്ന് വിളിക്കുന്ന ഹൊറിഗല്ലു എന്ന് വിളിക്കുന്നെങ്കിലും, പക്ഷേ മറ്റുള്ളവന്റെ സങ്കടങ്ങൾ കേട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിലൂടെ മറ്റുള്ളവർക്ക് കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്ന രണ്ട് വ്യക്തികളെ ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. ഹൂ ആർ ദ ടു പേഴ്സൺസ്? ആരൊക്കെയാണ് ആ രണ്ട് വ്യക്തികള്? ഒന്ന് എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാ. ആരുടെ ഗ്രാൻഡ് ഫാദർ ആണ്? നമ്മുടെ സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദർ ആണ്. അദ്ദേഹം സ്ഥിരമായി മറ്റുള്ളവരുടെ പ്രോബ്ലംസ് കേട്ടിരിക്കാറുണ്ട്. വിത്തൗട്ട് ഗിവിങ് ആൻസേഴ്സ്, അല്ലെ വിത്തൗട്ട് ഗിവിങ് സൊല്യൂഷൻസ് കൊടുക്കാതെ അവിടെ പ്രശ്നങ്ങൾ കേട്ടിരിക്കാം, അല്ലെ? അപ്പൊ അതാണ് ഒന്നാമത്തെ ഹൊറിഗല്ലു എന്ന് പറയുന്നത്. അപ്പൂപ്പന്റെ ആക്ട് ഏറെക്കുറെ എന്തുമായിട്ട് സിമിലർ ആണ്? ഹൊറിഗല്ലു ആയിട്ട്. സെക്കൻഡ്, ഓഫീസ് സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടിയ ആര്? രത്ന. അവരും എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഹൊറിഗല്ലു ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഈ രണ്ട് വ്യക്തികളെ കുറിച്ചാണ് ഈ ഹൊറിഗല്ലു എന്ന് പറയുന്ന പാഠത്തിലൂടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഒരു ഫൈനൽ എക്സാമിന് ഒരു ലെറ്റർ ചോദിച്ചതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഹൊറിഗല്ലു എന്ന് പറഞ്ഞത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെസൺ ആണ്. ഒന്നാമത്തെ യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് യൂണിറ്റിലെ 4 പാഠങ്ങളാണ് നമ്മൾ ഡീൽ ചെയ്തത്. 3 L's of Empowerment by Christina Legare, Any Woman by Catherine Tinan, Matchbox by Asha Purna Devi, last one ഹൊറിഗല്ലു ബൈ സുധാമൂർത്തി. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെക്കൻഡ് യൂണിറ്റിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു.